According to the shell model, the spin and the parity of the two nuclei SB 51 125 സിർക്കോണിയം 38 89 നമുക്ക് തന്നിട്ടുള്ള രണ്ട് ന്യൂക്ലിയസ് ആണ്. അവരുടെ സ്പിന്നും പാരിറ്റി ഡിറ്റർമിൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് SB 51 125 നമ്മൾ കൺസിഡർ ചെയ്തു. അതിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 51 ആണ്. 51 എന്താണ്? അതൊരു ഓഡ് നമ്പറാണ്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് നോക്കാം. നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടണമെങ്കിൽ മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറച്ചു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 74 കിട്ടി. ഇനി നമ്മൾ ഈ സീരീസ് നമ്മൾ പഠിച്ചു വെക്കണം. ഇത് ഓഡ്, അതായത് പ്രോട്ടോണിൻ്റെ നമ്പർ ഓഡ് ആണെന്നിട്ടുണ്ടെങ്കിൽ ഇവനാണ് വരിക. SPPD SD FP FPGG DH DS HF PF PIGD PIGD അതുപോലെ IG SD. അപ്പോൾ ഇവർ നമ്മൾ ഇതുപോലെ നമ്മൾ സീരീസ് എഴുതുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കുക മനസ്സിലാവും. എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ 0 + ½ 0 - ½ വന്നാൽ നമുക്ക് ½ - ½ മോഡ് എടുക്കുമ്പോൾ നമുക്ക് ഹാഫ് തന്നെ വരുള്ളൂ. അതുപോലെ തന്നെ P1 ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 + എസിൻ്റെ വാല്യൂ ആണ് ½ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 3/2 വരും. L - ½ എന്ന് പറയുന്നത് വെറും ഹാഫ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ 2 റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. അതുപോലെ തന്നെ എഫിൻ്റെ വാല്യൂ 3 ഇട്ട് കൊടുക്കുക. 3 + ½ 3 - ½ ഇങ്ങനെ വാല്യൂസ് കിട്ടും. അപ്പം നമ്മൾ നോക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ പീൻ്റെ കാര്യം നോക്കി. പീൻ്റെ നമ്മൾ 1p ആണ്. ടോട്ടൽ 6 ആണ് വരുന്നത്. അപ്പോൾ 1pയുടെ ലോവർ 3/2 അപ്പർ 1/2 ആണ് ഈ മോഡൽ അനുസരിച്ച് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഡീൻ്റെ വാല്യൂ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലായിരിക്കും. ഡി എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 + ½ എന്ന് പറയുന്നത് 5/2 ആണ്. അതുപോലെ തന്നെ 2sൻ്റെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാഫ് ആയിരിക്കും. 1Dയുടെ ഒരു ഓർബിറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. 1D 10 ആണല്ലോ. അപ്പോൾ അടുത്തത് ലോവർ സ്റ്റേറ്റ് 3/2 ആയിരിക്കും. അതുപോലെ തന്നെ എഫിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ആണ്. 3 + ½ ആകുമ്പോൾ എത്രയായിരിക്കും? 7/2 ആയിരിക്കും. 7/2ൻ്റെ കൂടെ 1 കൂട്ടുമ്പോഴായിരിക്കും ഇതിൻ്റെ മുകളിൽ എഴുതിയ നമ്പറുകളൊക്കെ ഇതിൻ്റെ ഒക്യുപ്പൻസിയാണ്. അതായത് 1ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 2, 3ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 4, 2 ഇതിവിടെ 3 6, 2 4 8 അങ്ങനെ പോവും. അങ്ങനെ പോകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 4 ആൾക്കാർ തന്നെ കംപ്ലീറ്റ് ആകുമ്പോൾ 14 ആയിരിക്കും. ഇവിടെ നമുക്ക് 18 ആയിരിക്കും. ഇവിടെ നമുക്ക് ഇവന്മാരൊക്കെ കൂട്ടുമ്പോൾ ഇവിടെ 50ൻ്റെ അടുത്ത് വരും. നമുക്ക് 51 അല്ലേ സെഡിൻ്റെ വാല്യൂ പറഞ്ഞിരിക്കണത്. അപ്പോൾ 51 ആകുമ്പോൾ ഇവിടെ ലോവർ ഓർബിറ്റ് 7/2 നമുക്ക് കിട്ടും. അപ്പോൾ ജെൻ്റെ വാല്യൂ നമുക്ക് 7/2 കിട്ടി. ജിൻ്റെ എല്ലിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ -1^4 എന്ന് പറയുന്നത് എത്രയാണ്? പ്ലസ് ആണ് നമുക്ക് കിട്ടുക. +1 ആണ് കിട്ടുക. അപ്പോൾ 7/2 + 1 നമുക്ക് കിട്ടും. അത്